കൊല്ലം DCCക്ക് മുന്നിൽ ബിന്ദു കൃഷ്ണയ്ക്കെതിരെ പോസ്റ്റർ. ബിന്ദു കൃഷ്ണ BJP ഏജന്റാണോ എന്നാണ് പോസ്റ്ററിലെ വാചകം. താമര ചിഹ്നത്തിനൊപ്പം നരേന്ദ്രമോദിയുടെയും ബിന്ദു കൃഷ്ണയുടെയും ചിത്രം വെച്ചുള്ള പോസ്റ്ററും പതിച്ചിട്ടുണ്ട്. കൊല്ലൂർവിള സീറ്റിലെ സ്ഥാനാർത്ഥി നിർണയത്തെ പരാമർശിച്ചാണ് ഈ പോസ്റ്റർ. എന്നാൽ ഈ നീക്കം ആസൂത്രിതമെന്നാണ് ബിന്ദു കൃഷ്ണയുടെ പ്രതികരണം. പോസ്റ്റർ എവിടെ നിന്ന് വന്നോ എന്താണോ എന്നതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായി അറിയില്ല. അറിയാവുന്നൊരു കാര്യമുണ്ട്, കോൺഗ്രസിലെ കൊല്ലം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയം മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ ഏറ്റവും തർക്കരഹിതമായി ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ പരിഗണിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, DCC പ്രസിഡന്റ് നേതൃത്വത്തിൽ കൊല്ലത്തെ മുതിർന്ന നേതാക്കന്മാർ ഒരുമിച്ചിരുന്നാണ് സ്ഥാനാർത്ഥികളെ നടക്കുന്നത്. എനിക്ക് പ്രത്യേകമായി ആ കാര്യത്തിൽ യാതൊരു പ്രത്യേകമായൊരു പങ്കില്ല. കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ഭാഗമായുള്ള പങ്കേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ട് ഇത് വരുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ആ ഡിവിഷനിൽ അങ്ങനെ BJPക്ക് കാര്യമായ ഒരു പങ്കാളിത്തം, വലിയ കാര്യമായ രാഷ്ട്രീയ അടിത്തറയുള്ള സ്ഥലമൊന്നുമല്ല. BJP ചിത്രത്തിൽ പോലും ഇല്ല. എന്നിട്ടും BJP ഏജന്റ് എന്നൊക്കെ പറയുന്നത് ആസൂത്രിതമായി എനിക്കെതിരെയുള്ള ഏതോ കോണിൽ നിന്ന്, അത് തീർച്ചയായും രാഷ്ട്രീയ എതിരാളികളായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോൺഗ്രസ്സുകാരെ ഒരിക്കലും അത് ചെയ്യില്ല. ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആൻറ്റി BJP ആൻറ്റി CPM ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ആശയ ദൃഢതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്നെ സംബന്ധിച്ചുള്ള ഇത്തരം അപവാദ പ്രചരണങ്ങളോ അല്ലെങ്കിൽ ആരോപണങ്ങളോ അടിസ്ഥാനരഹിതമാണ് എന്നുള്ള ആ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ, ഒരു ചിന്തയിൽ പോലും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. ബിസിനസ് പാർട്ട്ണർ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്, ബിസിനസ് പോയിട്ട് ദൈനംദിനം പോകാൻ പോലും നിവൃത്തിയില്ലാത്ത സാധാരണക്കാരിൽ ഒരാളായി എന്നെ തികച്ചും അടിസ്ഥാനരഹിതമായ അത്തരം ആരോപണം ഉന്നയിച്ച് തളർത്താമെന്ന വ്യാമോഹത്തിലായിരിക്കും. ഒരിക്കലും നടക്കില്ല. ബിന്ദു കൃഷ്ണ BJP ഏജന്റ് എന്ന രീതിയിലാണ് പോസ്റ്ററുകൾ വന്നിരിക്കുന്നത്. വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, എന്താണ് ഇത്തരം ഒരു പോസ്റ്റർ വരാൻ കാരണം? ബിന്ദു കൃഷ്ണ പറയുന്നത് രാഷ്ട്രീയ എതിരാളികൾ ആണെന്നാണ്. പക്ഷേ കോൺഗ്രസിനുള്ളിലെ തന്നെ ആഭ്യന്തര തർക്കമല്ലേ ഇത്തരം ഒരു പോസ്റ്ററിന് പിന്നിൽ? മഞ്ജുഷ, DCC ഓഫീസിന് മുന്നിലാണ് ഈ പോസ്റ്ററുകൾ പതിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത്. രാവിലെയായിരുന്നു. ഇപ്പോൾ പോസ്റ്ററുകളൊന്നും തന്നെ എല്ലാം കീറിക്കളഞ്ഞിട്ടുണ്ട്. ബിന്ദുകൃഷ്ണ BJP ഏജന്റ് ആണോ എന്നും കേരളത്തിലെ ഒറ്റുകാരിയാണ് ബിന്ദുകൃഷ്ണ എന്നൊക്കെയാണ് ഈ പോസ്റ്ററിൽ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ബിന്ദുകൃഷ്ണയുടെ പടത്തിനൊപ്പം നരേന്ദ്രമോദിയുടെ താമര ചിഹ്നവും വെച്ചാണ് പോസ്റ്റർ പതിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ പോസ്റ്ററുകൾ ഒന്നും തന്നെ ഇല്ല. ഇത് ഒരു വിവാദമായതോടുകൂടി പോസ്റ്ററുകളെല്ലാം തന്നെ കീറിക്കളഞ്ഞിട്ടുണ്ട്. ഈ കൊല്ലം കോർപ്പറേഷനിലെ കൊല്ലൂർവിള സീറ്റിൽ മഷ്കൂർ എന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിപ്പിക്കാനായി ധാരണയായിരിക്കുന്നത്. ഇതിനെ ചൊല്ലിയുള്ള ഒരു തർക്കമാണ് ഈ പോസ്റ്റർ പതിപ്പിക്കാൻ കാരണമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. 95% മുസ്ലിം വോട്ടുള്ള കൊല്ലൂർ വിളയിലാണ് ഈ NSSന് എന്ത് കാര്യമെന്ന് ആ പോസ്റ്ററിൽ പറയുന്നുണ്ട്. ശരിക്കും അത് കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് സീറ്റ് തന്നെയാണ്. കൊല്ലൂർ വിളക്കാരനല്ലാത്ത മഷ്കൂറിനെ എന്തിനാ അവിടെ മത്സരിപ്പിക്കുന്നു എന്നാണ് സാധിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കം, ഈ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ ഒരു തർക്കമാണ് ഇത്തരം പോസ്റ്ററുകൾ പതിക്കാൻ തന്നെ കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ നിലവിലെ കൗൺസിലറായ ഹംസത്ത് ബീവി തന്നെ മത്സരിപ്പിക്കണം എന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അപ്പോൾ ബിന്ദുകൃഷ്ണ പറയുന്നത് സ്ഥാനാർത്ഥി നിർണയമെല്ലാം തന്നെ സ്റ്റേറ്റ് തീരുമാനമാണ്, എനിക്കതിൽ പങ്കില്ല എന്നാണ് ബിന്ദുകൃഷ്ണ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തത്. എന്തായാലും സംഭവം വിവാദമായ സാഹചര്യത്തിൽ ബിന്ദുകൃഷ്ണ ഇതിൽ ഒരു വിശദീകരണമായി എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പോസ്റ്ററിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ടായിരുന്നു, ക്യാഷ് വാങ്ങിയാണോ കോൺഗ്രസ് ജയിക്കുന്ന സീറ്റ് വിറ്റതെന്നും പറയുന്നത്. ഇതെല്ലാം വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണമായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഈ കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണയ്ക്കെതിരെ ഇത്തരം പോസ്റ്ററുകൾ പ്രത്യക്ഷമായത്. മഞ്ജുഷ്, ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ബിന്ദു കൃഷ്ണയ്ക്കെതിരെയാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ BJP ഏജന്റ് എന്ന രീതിയിൽ വന്നിരിക്കുന്നത്.